ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. സെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ സെറ്റ് ചെയ്യുക. മാത്രമല്ല എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ മുഴുവൻ മറ്റുള്ള ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐഡി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയുടെ പ്രൊഫൈലിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ? ഇവിടെ നമുക്ക് കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. അതിന്റെ ആ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്കാണ് മാറുന്നത്. ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റയും പ്രൈവസിയും റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൈ ആഡ് സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് ആഡ്സ് ഓൺ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി വെക്കുന്നത് കൊണ്ട് നമ്മുടെ പേഴ്സണലൈസ്ഡുള്ള പല കാര്യങ്ങളും, നമ്മൾ മറ്റാരുടെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത്, ഇങ്ങനത്തെ അനുസരിച്ചിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഗൂഗിൾ മറ്റുള്ള തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേൺ ഓഫ് കൊടുക്കുക. അതായത് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് മുകളിലൊന്ന് ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്തിട്ടുണ്ടോ നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ടേൺ ഓഫ് ചെയ്ത് വെക്കുക.